പ്രിയമുള്ളവരെ, നിങ്ങളെ ഏവരെയും റേഡിയോ നിഷാദനിലേക്ക് വർത്തമാനകാല സത്യസന്ധതയുടെ കേൾവിയിലേക്ക് ഹൃദയാഭിവാദ്യങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. കഴിക്കേണ്ട ഭക്ഷണത്തിൽ, ഉടുക്കേണ്ട വസ്ത്രത്തിൽ, വായിക്കേണ്ട പുസ്തകത്തിൽ, ആസ്വദിക്കേണ്ട സംഗീതത്തിൽ, അറിയേണ്ട ചരിത്രത്തിൽ തുടങ്ങി സകല മേഖലകളിലും ഫാഷിസം അതിന്റെ നീരാളിക്കൈകളാൽ വരിഞ്ഞുമുറുക്കുന്ന ഇന്നത്തെ കാലത്ത് ഒരുപാട് ഫാഷിസ്റ്റ് വിരുദ്ധ മുദ്രാവാക്യങ്ങൾ, പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. പ്രബുദ്ധ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ പോലെയുള്ളവർ സ്വീകരിക്കുന്ന ഫാഷിസ്റ്റ് വിരുദ്ധ നിലപാടുകൾ തീർച്ചയായും പ്രതീക്ഷാനിർഭരവുമാണ്. എന്നാൽ അതിശക്തമായ ഒരു നാവിന്റെ പോരായ്മ മതേതര സമൂഹത്തിനിടയിൽ നമ്മൾ അനുഭവിക്കുകയാണ്. അതെ, ആ നാവാണ്, ആ നാവിന്റെ ഉടമയാണ് അബ്ദുൽ നാസർ മഅദനി. ബ്രാഹ്മണിക്കൽ ഫാഷിസ തമ്പ്രാക്കൾക്ക് മുന്നിൽ ഇന്നോളം ഓച്ചാനിച്ചു നിൽക്കാൻ മനസ്സുകാട്ടാത്ത ആണത്തത്തിന്റെ നാവ് അബ്ദുൽ നാസർ മഅദനി. തന്റെ നിറയൗവനത്തിന്റെ കുതിച്ചുപാച്ചിലിൽ ഫാഷിസത്തിനെതിരെ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റുയർത്തിയ ആയിരക്കണക്കിന് പ്രഭാഷണങ്ങൾ മഅദനി നടത്തിയിട്ടുണ്ട്. അവയൊക്കെയും ഫാഷിസത്തിന്റെ നിഗൂഢതന്ത്രങ്ങളെ മുൻകൂട്ടി കണ്ടുള്ള പ്രവചനാത്മകമായ വിലയിരുത്തലുകളും മതേതര സമൂഹത്തിനോടുള്ള മുന്നറിയിപ്പുകളുമായിരുന്നു. ഫലമോ അദ്ദേഹത്തിന് ലഭിച്ചത് ഇരുട്ടറകളും. ബാബരി മസ്ജിദിന്റെ തകർച്ചയിൽ പോലും 1000 പള്ളി തകർത്താലും ഒരമ്പലമുറ്റത്ത് നിന്ന് ഒരു പിടി മണ്ണ് പോലും വാരരുതെന്ന് പറഞ്ഞ മഅദനി നമ്മുടെ മതേതര മൂല്യങ്ങൾക്കൊപ്പമാണ് നിലനിൽക്കുന്നത്. മതതീവ്രവാദ ഭീകര പ്രവർത്തനങ്ങൾക്ക് എതിരാണ് മഅദനി എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും മുന്നേ 10,000ങ്ങളെ സാക്ഷിയാക്കി വിളിച്ചു പറഞ്ഞത് സഖാവ് പിണറായി വിജയനാണ്. അതിനും വളരെ മുന്നേ ഗാന്ധിജിയെപ്പോലെ മഹാനാണ് മഅദനി എന്ന് വാഴ്ത്തിപ്പറഞ്ഞത് എക്കാലത്തെയും കേരളത്തിലെ കരുത്തുറ്റ കമ്മ്യൂണിസ്റ്റുകാരനായ ഏലംകുളം മനക്കലെ ശങ്കരൻ നമ്പൂതിരിപ്പാടുന്ന സഖാവ് EMS ആണ്. ആ മഅദനി അന്യായത്തടവിന്റെ 17ാം വർഷത്തിലും നീതി നിഷേധിക്കപ്പെട്ടവനായി തടവറയ്ക്കുള്ളിൽ കഴിയുമ്പോൾ പോലും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസവും പ്രതീക്ഷയും അർപ്പിച്ച് മർദ്ദിതന്റെ പ്രാർത്ഥനയ്ക്കും സർവശക്തനായ ദൈവത്തിന്റെയും ഇടയിൽ മറകളില്ല എന്ന വിശ്വാസപരമായ ആത്മശക്തിയിൽ ജീവിക്കുകയാണ് അബ്ദുൽ നാസർ മഅദനി. രോഗിയായ വൃദ്ധയായ മാതാവിനെ കാണുവാൻ, പൊന്നുമോൻ ഉമർ മുഖ്താറിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ സുപ്രീം കോടതി അനുവദിച്ചിട്ട് പോലും ബാംഗ്ലൂരിലെ തടവറയിൽ നിന്നും കേരളത്തിന്റെ മണ്ണിലേക്ക് ഏതാനും ദിവസങ്ങൾ മാത്രം എത്തിച്ചേരാൻ ശ്രമിക്കുമ്പോൾ ജാമ്യം നടപ്പിലാക്കാത്ത വിധം മഅദനിയുടെ സുരക്ഷാ ചെലവെന്ന പേരിൽ ഒപ്പമെത്തുന്ന പോലീസുകാർക്ക് തിന്നാനും കുടിക്കാനും ഓടാനും ചാടാനുമടക്കം 15 ലക്ഷത്തോളം രൂപ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ അദ്ദേഹത്തെ വരിഞ്ഞു മുറുക്കുകയാണ്. അതെ, മഅദനി എന്നും ഭരണകൂട ഭീകരതയുടെ ഇര തന്നെയാണ്. ആ വേട്ടയാടൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, അതിന് മഅദനിയോളം പഴക്കമുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രമുഖ ടെലിവിഷൻ ജേർണലിസ്റ്റ് ഐപ്പ് വള്ളിക്കാടൻ മുഖപുസ്തകത്തിൽ എഴുതിവെച്ച സത്യസന്ധമായ ഹൃദയാക്ഷരങ്ങൾ റേഡിയോ നിഷാദൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ശബ്ദം നൽകിയത് ആറാട്ടുപുഴ ഹക്കിം ഖാൻ. ഏഷ്യാനെറ്റ് ന്യൂസിലെ എന്റെ റിപ്പോർട്ടിംഗിൽ അഭിനന്ദനം കിട്ടിയ ഒരു സംഭവം അൻവാർശേരിയിൽ നിന്നും അബ്ദുൽ നാസർ മഅദനിയെ അറസ്റ്റ് ചെയ്ത വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോഴായിരുന്നു. വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഒരു സംഭവം സെൻസേഷണലാക്കാതെ പക്വതയോടെ റിപ്പോർട്ട് ചെയ്തെന്നായിരുന്നു അന്ന് ഡെസ്കിൽ നിന്നും ജിമ്മി ജെയിംസ് വഴി വന്ന അഭിനന്ദനം. അദ്ദേഹം കോയമ്പത്തൂർ ജയിലിൽ നിന്ന് നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങിയത് മുതൽ കുറെ കാലത്തിനു ശേഷം തിരിച്ച് ബാംഗ്ലൂർ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കൊണ്ടുപോകുന്നതുവരെ ഒരു നിമിത്തം പോലെ ഞാൻ റിപ്പോർട്ടിംഗ് നടത്തിയിരുന്നു. ജോലിയുടെ ഭാഗമായി മദനിയുടെ വീട്ടിലും അദ്ദേഹത്തിന്റെ പ്രസംഗവേദികളിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുടുംബയോഗങ്ങളിൽ പോലും ഞാൻ പോയിട്ടുണ്ട്. വാപ്പയ്ക്കരികിൽ നിന്ന് വാവിട്ട് കരഞ്ഞ ആ പയ്യനാണ് ഇപ്പൊ വിവാഹിതനാകുന്നതെന്ന് അറിഞ്ഞപ്പോ മുതൽ ആ ദൃശ്യങ്ങൾ മനസ്സിലെത്തുകയായിരുന്നു. നിസ്കാരത്തിനു ശേഷം കീഴടങ്ങാൻ യാത്രയാവുന്ന അദ്ദേഹത്തിന്റെ വാഹനം അൻവാർശേരിക്കുള്ളിൽ വെച്ച് തടഞ്ഞ് അറസ്റ്റ് വാറന്റ് വായിച്ച് കേൾപ്പിക്കുന്നതും തുടർന്ന് സിനിമയിൽ മാത്രം അന്നുവരെ കണ്ടിരുന്ന രീതിയിൽ "യു ആർ അണ്ടർ അറസ്റ്റ്" എന്ന് പറയുന്നതുമൊക്കെ ഓർമ്മയിലുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ, എന്തുമാത്രം അയാൾ സഹിച്ചിട്ടുണ്ടാവും. കൃത്യമായ വിചാരണയില്ലാതെ എത്ര നാൾ അഴിക്കുള്ളിൽ കിടന്നു. വിദഗ്ധമായ ചികിത്സ കിട്ടാത്തതിനാൽ കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു. കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു, ശബ്ദമിടറി. കുടുംബത്തിനെ കാണാതെ, ബാപ്പയെയും ഉമ്മയെയും കാണാതെ എത്ര നാൾ വലഞ്ഞു. ഇന്നും കഷ്ടപ്പാട് തന്നെ. മഅദനി കുറ്റക്കാരനാണോ അല്ലയോ എന്ന് എന്നാ അറിയാൻ കഴിയുക? മുംബൈ ഭീകരാക്രമണ പ്രതിയായ കസബിന് രാജകീയമായ സുരക്ഷയും ഭക്ഷണവും സംവിധാനങ്ങളും ഒരുക്കിയ ഇന്ത്യയിൽ തന്നെയാ മഅദനി ജീവിക്കുന്നത്.
നാട്ടിൽ വന്ന മഅ്ദനി ശംഖുമുഖം കടപ്പുറത്ത് നടത്തിയ പ്രസംഗം കേട്ട് കണ്ണുനീര് വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, രാജ്യദ്രോഹം നടത്തിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ശിക്ഷ നൽകണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. പക്ഷെ ഇനിയും ഇങ്ങനെ ഇട്ട് നശിപ്പിക്കരുത്. സ്വന്തം മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഉള്ള കാശ് മുടക്കാം, പക്ഷെ സ്വന്തം ജീവന് സുരക്ഷ ഒരുക്കാൻ GST നികുതി ഉൾപ്പെടെ നൽകാൻ ആവശ്യപ്പെടുന്നത് എങ്ങനെ ന്യായീകരിക്കാനാവും? അപ്പൊ നിങ്ങൾ ചോദിക്കും, ഒരു കൊടും കുറ്റവാളിക്ക് സുരക്ഷ ഒരുക്കേണ്ടത് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണോ എന്ന്. മഅ്ദനി എന്ത് തെറ്റാണ് ചെയ്തത്? ഭീകരവാദ പ്രവർത്തനങ്ങളുമായി അയാൾക്കുള്ള ബന്ധം സ്ഥിരീകരിച്ചോ? കോടതി ശിക്ഷിച്ചോ? വിചാരണ തടവുകാരനായി അയാളുടെ മരണം വരെ ഇത് തുടരുമോ? മാധ്യമങ്ങളെ കടക്കുപുറത്തെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച പിണറായി സാറിനോട് ഇന്നൊരു മതിപ്പ് തോന്നി. മഅ്ദനിയുടെ സുരക്ഷ കേരളം നോക്കിക്കോളാമെന്ന് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട്. കോടതി അത് കേൾക്കണം. മഅ്ദനിയെ നാട്ടിലേക്ക് എത്തിക്കാൻ വകുപ്പുണ്ടാക്കണം. ഇന്ന് എന്റെ ചാനലടക്കം ചർച്ചകൾ നടക്കുകയാണ്. ഇഖ്റാ എന്നതാണ് ഖുർആനിലെ ആദ്യ വാക്കെന്ന് ഞാൻ ആദ്യം കേട്ടത് മഅ്ദനിയിൽ നിന്നാണ്. കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ DC ബുക്സ് സംഘടിപ്പിച്ച ചർച്ചയിൽ പ്രധാനികളായി എത്തിയത് മഅ്ദനിയും കാരശ്ശേരി മാഷുമാണ്. രണ്ടുപേരും യുദ്ധത്തിൽ പോയ ഭർത്താവിനെ ഓർത്ത് കട്ടിലിനോട് വികാരത്തോട് പ്രതികരിക്കുന്ന ഭാര്യയുടെ വിലാപം കേട്ട പ്രവാചകനെക്കുറിച്ച് പരാമർശിച്ചു. അങ്ങനെ യുദ്ധത്തിൽ പോകുന്നവരാരും 6 മാസത്തിൽ കൂടുതൽ ഭാര്യയെ പിരിഞ്ഞിരിക്കരുതെന്ന് ഉത്തരവിട്ടതായും പരാമർശിച്ചു. എവിടെയെങ്കിലും ഞാൻ പറഞ്ഞതിലും മനസ്സിലാക്കിയതിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇപ്പോഴിത് പറയാൻ കാരണം, മഅ്ദനി എത്ര നാളായി കുടുംബത്തെ പിരിഞ്ഞിരിക്കുന്നു. ബാപ്പയുടെ ലാളന കിട്ടാതെ വളർന്ന ആ മോന്റെ നല്ല ജീവിത ദിനത്തിൽ മഅ്ദനിക്ക് എത്താൻ സാധിക്കട്ടെ. സർക്കാരുകളും സുപ്രീം കോടതിയും കനിയട്ടെ. അനാവശ്യമായിട്ട് വെക്കുന്ന നിയമങ്ങളുടെയും അനാവശ്യമായി വെക്കുന്ന തീരുമാനങ്ങളുടെയും മുന്നിൽ തലകുനിച്ച് വലിയ റിസ്ക് എടുത്തിട്ട് അതെല്ലാം അംഗീകരിച്ച് പോവുക എന്നുള്ള ഒരു കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സമകാലീന ഇന്ത്യയിലും ലോകത്തും നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രൂരവും ഭീകരവുമായ നിരവധി സംഭവങ്ങളോട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഇത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്നെ ഇത് അല്പം പോലും ഹൃദയവേദന ഉണ്ടാക്കിയിട്ടില്ല. അല്പം പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുകൊണ്ട് മാനസികമായൊരു തളർച്ചയില്ല. സർവശക്തന്റെ തീരുമാനങ്ങൾ, ഇതിലും ശക്തമായിട്ടുള്ള പല രംഗങ്ങളിലും അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഇതും ഞാൻ അങ്ങനെ തന്നെ കാണുകയാണ്. സർവശക്തന്റെ മുമ്പിൽ സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ഇൻഷാ അള്ളാഹ് എനിക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അനുകൂലമായ തീരുമാനം ഉണ്ടാകും. അത് കിട്ടും. അത് കിട്ടുമ്പോൾ അത് സ്വീകരിക്കും. അതിനപ്പുറം ഞാൻ ഈ അസ്ഥാനത്തും അനാവശ്യമായും എവിടെയും തലകുനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, റബ്ബിന്റെ മുമ്പിലല്ലാതെ. റേഡിയോ നിഷാദൻ, നാവില്ലാത്തവന്റെ നാവ്.